ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പെൻഡുലം റിഗ് വെച്ചിട്ട് നമുക്ക് അനിമേഷൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കൺട്രോളർ വെച്ച് നമ്മൾ അനിമേറ്റ് ചെയ്യുന്നില്ല. ഇത് മാസ്റ്റർ കൺട്രോൾ ആണല്ലോ. ഈ മാസ്റ്റർ കൺട്രോൾ വെച്ചിട്ട് ഞാൻ തൽക്കാലം അനിമേഷൻ ചെയ്യുന്നില്ല. പകരം ഈ ഒരു കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് അനിമേഷൻ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, സൈഡ് വ്യൂവിൽ ഒന്ന് ചെയ്യാം. അതാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, സൈഡ് വ്യൂവിൽ വന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രോളർ ഓൺ ചെയ്തോണം. കൺട്രോളർ അങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു കീ അടിച്ചു, എസ് കീ അടിച്ചു. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു ചെറിയൊരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൊടുക്കാം ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് വരട്ടെ. എന്നിട്ട് അതങ്ങ് സെറ്റിൽ ചെയ്യാം. ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആൻറ്റിസിപ്പേഷൻ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുന്നു. ആൻറ്റിസിപ്പേഷൻ നമുക്ക് കുറയ്ക്കാം. സ്വല്പം ആൻറ്റിസിപ്പേഷൻ കുറയ്ക്കാം. ഓക്കെ, സ്വല്പം ഞാൻ ഈ കർവിൽ സെലക്ട് ചെയ്ത് സ്വല്പം ആൻറ്റിസിപ്പേഷൻ എന്ത് ചെയ്തു, സ്വല്പം ഒന്ന് കുറച്ചു. ഓക്കെ, ഞാനത് ഗ്രാഫിനെ വീണ്ടും ഹൈഡ് ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതാ, അപ്പോൾ തിരിഞ്ഞു പോയി ഗ്രാഫ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, ഗ്രാഫ് ഒന്നുകൂടെ സെലക്ട് ചെയ്യുക. Z ആക്സിസ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. Z ആക്സിസ് തന്നെയാണെന്ന്. സോ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, മിഡിൽ മൗസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടാക്കുക സ്വല്പം. ഇപ്പോൾ ആൻറ്റിസിപ്പേഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്വല്പം കൂടെ കുറയ്ക്കുക. സ്വല്പം കൂടെ ഗ്രാഫിനെ ഞാനൊന്ന് ഉയർത്തിയിട്ട് സ്വല്പം കൂടെ കുറയ്ക്കുക, വളരെ മൈന്യൂട്ടായിട്ട്. ഓക്കെ, അത് ഇനഫാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫിനെ സ്വല്പം താഴ്ത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനഫാണ്. ഓക്കെ, ഇപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കുഷൻ സെറ്റിലും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഡ്രാഗ് ഡ്രോപ്പ് കൊടുക്കാം. സോ ഗ്രാഫ് എടുക്കുക, സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇവിടെ സ്വല്പം ക്ലിക്ക് ചെയ്യുന്നു, സ്വല്പം ഞാൻ അങ്ങ് കുറച്ചു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഗ്രാഫിനെ അങ്ങ് താഴ്ത്തി. ഇനി നോക്കി കഴിഞ്ഞാൽ ഓക്കെ, വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്. ഇത് ഇനഫാണ്. സെലക്ട് ചെയ്യുക. നമ്മളെ 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. അതിൽ തന്നെ കടന്നോട്ടെ, കുഴപ്പമില്ല. 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സ്പീഡ് പ്ലേ എവരി ഫ്രെയിം വേണ്ട, 24 തന്നെ കടന്നോട്ടെ, ×1 തന്നെ കടന്നോട്ടെ. സേവ് ചെയ്തു. പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നോക്കിയേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ സെറ്റിലും കാര്യങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ട. പകരം ഈ 3 കൺട്രോളർ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഫസ്റ്റ് പോസ് ഇങ്ങനെ ആക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ആൻറ്റിസിപ്പേഷൻ കഴിഞ്ഞ് അങ്ങനെ വരുന്നതായിട്ട്. അപ്പോൾ ഞാൻ സ്വല്പം കൂടെ ഇങ്ങോട്ടാക്കി. ഇപ്പം നോക്കിയേ. ഓക്കെ, ഇനി ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഫൈനൽ സെറ്റിൽ ഇവിടെ കൊടുക്കുക. സോ ഇതിനെ സെലക്ട് ചെയ്ത് ഞാൻ 0 ആക്കി. ഓക്കെ, ഇപ്പം ഫൈനൽ പോസിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷ് ചെയ്യുന്ന പോർഷൻ ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുക. ഞാൻ ഒരു 19 ആക്കി. സ്വല്പം ഒരു ഡിലേ കൊടുത്തു. അതിന് സ്വല്പം ഒരു ഡിലേ കൊടുത്തു. ഇനി ഇവിടുന്ന് ആ ഡ്രാഗ് നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ഡ്രാഗ് സ്വല്പം കൂടെ കൊടുക്കുക. ഇവിടെ അതാ എല്ലാത്തിനും തിരിച്ച് സെലക്ട് ചെയ്താലേ എല്ലാ കൺട്രോളും സെലക്ട് ആവുള്ളൂ. തിരിച്ച് സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഡ്രാഗ് കൊടുക്കുക. ഇങ്ങനെ അതാ മാക്സിമം ഡ്രാഗ് ചെയ്യുക, അത്രയും നല്ലത്. ഒരുപാട് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷേപ്പ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കി കറക്റ്റായിട്ട് ട്വീക്ക് ചെയ്യുക. ഓക്കെ, 2 3. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് അത് ഫിനിഷ് ചെയ്യണ്ട. ഞാൻ ഇതിനെ സ്വല്പം ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നു. സ്വല്പം കൂടെ ഞാൻ ഇങ്ങനെ നീക്കി. ഇപ്പം നോക്കിയേ, ഇപ്പം അതൊരു ഇതായി. എന്താ പിടുത്തം വന്നു. അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇങ്ങനെ ആക്കിയേ. ഇങ്ങനെ ഇപ്പോൾ വീണ്ടും ഞാൻ ടൈമിംഗ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. 16-ലിട്ട്. ഇപ്പം നോക്കിയേ, ഇങ്ങനെ ആയി. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു പവർ ഫീൽ ചെയ്യുന്നില്ല ഇവിടെ എത്തുന്ന സമയത്ത് ആ ഒരു പവർ ഫീൽ ചെയ്തു. ഇവിടെ എത്തുമ്പോൾ അത് എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിനെടുത്തിട്ട് ഈ കീ ഫ്രെയിമിലിടുക, ഡിലീറ്റ് ചെയ്യുക ഒന്നുകൂടെ. ഓക്കെ, ഇപ്പം നോക്കിയേ, ഇങ്ങനെയായി. ഇപ്പം നോക്കിയേ, ആ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവിടെ ഒന്ന് ബ്ലെൻഡ് ആവണുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ നല്ലോണം നമ്മൾ ഡിലേ കൊടുക്കുക. മീൻസ് ഇവിടെ ഡിലേ കൊടുക്കുക. ഈ ഏരിയയിൽ ഈ പുള്ളി ഇവിടെ നിന്ന് വന്നു, ഇവിടെ എത്തുന്ന സമയത്ത് ഒരു ഡിലേ കൊടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ഓരോ കീ ഫ്രെയിമായിട്ട് മാറ്റാം. സോ ആദ്യം ഈ കീ ഫ്രെയിം മാറ്റാം, ഷിഫ്റ്റ് ചെയ്ത് മാറ്റാം. 22 24 28. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ അത് സ്മൂത്തായി ഇല്ലേ? സ്മൂത്തായി. ഇനി നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് കീ ഫ്രെയിം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡൗൺ
അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ആ ഒരു പുഷും കൂടെ ഉണ്ട്, ഇവിടെ നിന്നുള്ള പുഷ്, പിന്നെ സ്വല്പം ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ഇങ്ങനെ വന്നു, അങ്ങോട്ട് പോയി. സ്വല്പം കൂടെ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ഗ്രാഫിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് റീട്വീക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ മെയിൻ കൺട്രോളിൽ മാത്രം. അപ്പോൾ മെയിൻ കൺട്രോളിലെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോക്കി സ്വല്പം കൂടെ ഞാനത് താഴോട്ടാക്കാം അതിന്. എന്നിട്ട് നമുക്കൊന്ന് ഡൗൺ സ്വല്പം കൂടെ നമുക്ക് ഡൗൺ ആക്കാമേ. ആ കർവേ സ്വല്പം കൂടെ ഒന്ന് ഡൗൺ ആക്കാം. ഇങ്ങനെ വന്നു, ഡൗൺ ആക്കി. ഓക്കെ, ഇപ്പൊ ഇത് സ്വല്പം കൂടെ നമുക്കൊന്ന് താഴ്ത്താം. വന്നു, അടിച്ചു. ഇത് വന്നു, ഈ ഏരിയക്കകത്തോട്ട് വന്നു. അത് നമുക്ക് സ്വല്പം കൂടെ മുകളിലോട്ടാക്കാം, കാരണം കുറച്ചും കൂടെ അത് വന്നോട്ടെ. ഇപ്പൊ നല്ലവണ്ണം കുറയ്ക്കുക, ഈ ഒരു ഏരിയ നല്ലവണ്ണം തിരിച്ച് കുറയ്ക്കുക. ഓക്കെ, മാക്സിമം കുറയ്ക്കുക ഈ ഏരിയയിൽ. അതേപോലെ തന്നെ മാക്സിമം മൂവ്മെന്റ്സ് കുറയ്ക്കുക ഈ ഏരിയയിൽ. ഓക്കെ, ഇവിടെ കൂടിപ്പോയി, വീണ്ടും അത് കുറയ്ക്കുക. ഓക്കെ, ഇപ്പൊ അത് കറക്റ്റ് സെറ്റിൽ ചെയ്ത് നിൽക്കും. എന്താ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഗ്രാഫ് കളഞ്ഞു, വീണ്ടും പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ആ ഒരു മൂവ്മെന്റ് നമുക്ക് ഓക്കെ ആയി. ഏതാണ് ടോപ്പിലെ മാത്രമാണ് ഇപ്പം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. ടോപ്പിലത് കറക്റ്റായിട്ട് നമുക്ക് ഫില്ലായി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൺട്രോളറാണ്. അപ്പോൾ രണ്ടാമത്തെ കൺട്രോളറിൽ നമുക്ക് ഇവിടെ വരെ ഡ്രാഗ് വന്നു, മൂന്നാമത് ഇങ്ങനെ വന്നു അല്ലേ, ഈ ഏരിയയിൽ വന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഡ്രാഗ് സ്വല്പം കൂടെ കൂട്ടി, സ്വല്പം കൂടെ നീക്കി വെച്ചിട്ട് നല്ലതായിട്ട് ഡ്രാഗ് ചെയ്യുക കേട്ടോ. ഇതിനെ കുറച്ചും കൂടെ ഡ്രാഗ് ചെയ്യുക, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് സ്വല്പം കൂടെ ഇങ്ങോട്ട് പോയാലും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ തിരിച്ചു വന്നു, മറ്റേതിന് മൂവ്മെന്റിനെ കാട്ടി കുറച്ചും കൂടെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്ത് ഇങ്ങനെയായി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എടുക്കുക, ഗ്രാഫ് എഡിറ്റർ എടുക്കുക. മൂവ്മെന്റ്സ് കുറച്ച് ഭയങ്കരമായിട്ട് കൂടിപ്പോയി, അത് കുഴപ്പമില്ല, നമുക്ക് കുറയ്ക്കാം. ഇവിടെ നിന്ന് അതേപോലെ തന്നെ ഓക്കെ, ഇതിൽ നിന്ന് കുറയ്ക്കാം. സ്വല്പം കുറച്ചു, ഈ മൂവ്മെന്റിൻ്റെ അകത്ത് സ്വല്പം കുറച്ചു, ഇത്രയും കുറച്ചു. ലാസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് വന്ന് ഫൈനലി നിൽക്കുന്ന സംഭവമാണ്. അപ്പോൾ അത് നിന്നേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒടിഞ്ഞു, ഇവിടെ എത്തി, സ്വല്പം കൂടെ വന്നു, ഇവിടെ നിന്ന് ഒടിഞ്ഞു, ഇവിടെ നിന്നു. ഓക്കെ, സ്വല്പം കൂടെ ഡിലേ, സ്വല്പം കൂടെ നീക്കിയിട. ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ആ ഡിലേ നല്ലവണ്ണം വർക്ക് ചെയ്യണേ, ആ ഡിലേ. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഈ മൂവ്മെന്റ് നമുക്ക് വേണമെങ്കിൽ റീട്യൂൺ ചെയ്യാം. ഇതിനനുസൃതമായിട്ട് നമുക്ക് റീട്യൂൺ ചെയ്യാൻ കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നോട്ടെ. ഒറ്റ സമയം ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. എല്ലാത്തിലും കൂടെ ആയാൽ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോൾ. അതേപോലെ ഈ ഡിലേ ഉണ്ടല്ലോ, ഈ ഡിലേ കാട്ടി കൂടുതൽ ഈ ഡിലേ വരണം. അപ്പം ഇതിനെ സ്വല്പം കൂടെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. അതൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തു, ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് സ്വല്പം കൂടെ കൂട്ടുക ഇങ്ങനെ. എന്നിട്ട് ഇവിടെ നിന്ന് മാക്സിമം അത് കൂടി വരിക. ഇവിടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യേണ്ട, സ്വല്പം കൂടെ നീക്കാം. ഞാനിത് 50 എന്നുള്ളത് 60 ഫ്രെയിം ആക്കി. ഓക്കെ, 60. ഓക്കെ, 60 മതി, ഇനഫ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. വേണമെങ്കിൽ സ്വല്പം കൂടെ പിടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. മുകളിലോട്ട് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് എടുത്തു. ഇനി സ്വല്പം കൂടെ അങ്ങോട്ട് തിരിക്കുക, ജസ്റ്റ് ചെറുതായിട്ട് അങ്ങോട്ട് തിരിക്കുക. ഓക്കെ, എന്നിട്ട് തിരിച്ചു വന്നു. എത്രത്തോളം അതുണ്ട് അത്രയും ഫിനിഷിങ് അതിന് കിട്ടും. ഇങ്ങനെ വന്നു, പിന്നെ അവിടെ നിന്ന് ഫിനിഷ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കാം, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതാണ്. അപ്പം ആ മൂവ്മെന്റും കൂടെ ശ്രദ്ധിക്കുക, ഈ മൂവ്മെന്റും കൂടെ, അല്ലെങ്കിൽ അത് മാത്രം കിടന്ന് മൂവ് ചെയ്യുന്ന ഒരു ഫീൽ വരും. അപ്പോൾ സ്വല്പം ഇത് മാത്രം ആദ്യം ചെക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. വീണ്ടും ഞാൻ ഗ്രാഫ് എടുക്കുന്നു. ഗ്രാഫിൽ നമ്മളൊന്നും കൂടെ ഇതും കൂടെ സെലക്ട് ചെയ്യുക, നല്ലവണ്ണം താഴ്ത്തുക ഗ്രാഫ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും താഴ്ത്തു. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയേ. ഓക്കെ, എന്തോ ഒരു സ്ഥലത്ത് ഒരു പിടി വരണുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇത് സ്വല്പം കൂടെ ഇങ്ങോട്ടാക്കാനുണ്ട്. ഓക്കെ, വീണ്ടും ആ കർവ് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഗ്രാഫിൽ തന്നെ ചെക്ക് ചെയ്യാം. ഗ്രാഫ് നോക്കുക, സ്ട്രെയിറ്റ് ആയിപ്പോയി, മാറ്റുക. ഓക്കെ, ഇനി വീണ്ടും ഗ്രാഫ് എടുത്തു. ഓക്കെ, ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഇതിങ്ങനെ വന്നിട്ട് പിന്നെ എല്ലാം പുള്ളിക്കാർ ഒറ്റയ്ക്കാണ് മൂവ് ചെയ്യണം. അങ്ങനെ കൊടുക്കരുത്. ആ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഇതിനും കൂടെ കൊടുക്കുക. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് വളരെ മൈന്യൂട്ടായിട്ട് തിരിക്കുമ്പോഴും അതേ കണക്ക് വളരെ ചെറിയൊരു മൂവ്മെൻറ്റ്, ഫിനിഷ് ചെയ്യുമ്പോഴും ഒരു ചെറിയ മൂവ്മെൻറ്റ്. ഓക്കെ, അതാകുമ്പോൾ അതും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ കിട്ടും. അതുപോലെ തന്നെ മുകളിലത്തത് ചെറിയ മൂവ്മെൻറ്റ് അതിലും കൊടുക്കുക, അല്ലെങ്കിൽ അത് മാത്രം മൂവ് ചെയ്യുന്ന ഒരു ഫീല് പോവും. ചെറുതായിട്ട് അങ്ങോട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, വലുതായിട്ട് അടിക്കരുത്. അതേപോലെ സ്വല്പം കൂടെ ഒന്ന് ചെറുതാക്കുക. ഇങ്ങോട്ട് ഫിനിഷ് ചെയ്യണ സമയത്തും സ്വല്പം അവിടെ വന്ന് ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു സംഭവം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ ഇനി നമുക്ക് ഒരു 80 ഫ്രെയിം ആക്കാം. മാക്സിമം ഓവർലാപ്പിംഗ് വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണുമ്പോൾ രസമായിരിക്കും. അപ്പോൾ കൂടുതൽ ഓവർലാപ്പിംഗ് നമ്മൾ കൊടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് സ്വല്പം കൂടെ തിരിച്ചാലും കുഴപ്പമില്ല. നമുക്കിവിടെ 2 കീ ഫ്രെയിംസ് ഇവിടെ ഇരിപ്പുണ്ട്, കണ്ട. അവ കുറച്ചുകൂടെ ഡിലേ കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. അതാ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ എടുത്തു, സ്വല്പം കൂടെ മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല. ഓക്കെ, സ്വല്പം കൂടെ ഡിലേ കൊടുക്കാം. നല്ലോണം ഡിലേ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ മൂവ്മെൻറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിന് സ്വല്പം അങ്ങോട്ട് തിരിക്കാം. ഓക്കെ, ആ മൂവ്മെൻറ്റ് ഗ്രാഫിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊരു അടി കണക്കൊരു ഫീലുണ്ട്. ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതാണ്ട് ഈ ഏരിയ ഇത് സ്വല്പം കൂടെ മുകളിലോട്ടാക്കാം, ഡ്രാഗ് ചെയ്തിട്ട്. ഓക്കെ, നോക്കിക്കോണേ. അത് ഇവിടെ ഈ ഏരിയക്കകത്തും ചെറുതായിട്ട് ഒരു കീ ഫ്രെയിം കൂടി ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിനെ അങ്ങ് റിമൂവ് ചെയ്തു. ഈ കീ ഫ്രെയിമിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ഗ്ലാസ് അടിച്ച് നോക്കാം. നോക്കിക്കോണേ. ഓക്കെ, ഇനിയും പ്രശ്നമുണ്ട്. ഈ ഏരിയക്കകത്ത് ഇനിയും പ്രോബ്ലം ഉണ്ട്. ഇത് കറക്റ്റായിട്ട് മൂവ് ചെയ്യാത്തൊരു ഫീലുണ്ട്. കാരണം ഈ ഏരിയ ഇനി ഇതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ ഏരിയക്കകത്ത് എടുത്തു, ഗ്രാഫ് എടുത്തു, ഗ്രാഫിൻ്റെ കർവ് കീസ് എടുക്കുക. അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു പിടുത്തമുണ്ട്. അതാണ് അത് ഒരു സുഖമില്ലാത്ത, അതിനങ്ങ് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, അതേപോലെ എല്ലാ സ്ഥലത്തും ആ ഒരു ഡ്രാഗ് കാണും. ആ ഡ്രാഗിന് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്ന് ഇതാ ആ ഒരു ഏരിയക്കകത്തുള്ള പിടുത്തമുണ്ട്. ഇതാ ഇത് ഈ കൺട്രോൾ വർക്ക് ചെയ്യണില്ല. ഇതാ ഈ കൺട്രോൾ ഇതാ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആ കൺട്രോൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സ്വല്പം അങ്ങോട്ട് കൊണ്ടുപോവുക. പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡൗൺ അതിങ്ങനെ വന്നു, സ്വല്പം കൂടെ ഡ്രാഗ് ചെയ്യുക ഇങ്ങോട്ട്, സ്വല്പം കൂടെ ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ കൺട്രോളിന് അനുസൃതമായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഡൗൺ ഡൗൺ. ഓക്കെ, സ്വല്പം കൂടെ അങ്ങോട്ടാക്കുക. ഓക്കെ, ഇനി താഴത്തെ കൺട്രോളും കൂടെ വർക്ക് ചെയ്യിപ്പിക്കാം. എല്ലാം കൂടെ നമുക്ക് ഒരേ ഒരു ലെവലിൽ തന്നെ പോകുന്ന രീതിയിൽ തന്നെ നമ്മൾ അനിമേറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഡിലീറ്റ് ചെയ്യുക. മൂന്ന് സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരു ഫീല് തന്നെ കറക്റ്റ് വരണം. ഈ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ആവുന്നു. ഓക്കെ, ഇത് സ്വല്പം കൂടെ അങ്ങോട്ട് നീക്കാം. ഡൗൺ ഡൗൺ. ഞാൻ എന്നെ വീണ്ടും റിമൂവ് ചെയ്തേ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മളങ്ങനെ നമുക്ക് ആ ഒരു ടൈമിങ് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് എടുത്തു, ഇങ്ങനെ വന്നു. ഓക്കെ, അവിടെ നിന്ന് ഒടിച്ചു, ഇങ്ങനെ തിരിഞ്ഞു. ഓക്കെ, ഈ ആക്സിസ് സ്വല്പം കൂടെ തിരിഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് സ്വല്പം കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് ഇട്ടു. ഓക്കെ, തിരിച്ചു. ഓക്കെ, സ്വല്പം കൂടെ തിരിച്ചു. കണ്ടോ ഒടിഞ്ഞ് വരുന്നുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. കണ്ടോ ഈ ഒരു ഒടിവ് പ്രോപ്പറായിട്ട് വരണം.
അതുപോലെ ആ ആക്സിസ് വേണമെങ്കിൽ നമുക്ക് രണ്ട് കീ ഫ്രെയിം ബാക്കിലോട്ട് ഇട്ടു, പിന്നെ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ടു. ഇതാ ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ ഒരു ഒടിവ് കറക്റ്റായിട്ട് വരണം. എന്നാൽ കണ്ടോ സംഭവം പിടികിട്ടിയാ? അതാ അത്രയ്ക്ക് സംഭവം ഓവർലാപ്പ് ചെയ്യണം, എന്നാലേ അത് കറക്റ്റ് ഫീൽ വരുള്ളൂ. കഴിഞ്ഞിട്ടില്ല, ഇനിയും ആ രണ്ട് കൺട്രോളർ വീണ്ടും വർക്ക് ചെയ്യിക്കാനുണ്ട്. ഇതാ ഇവിടെ നിന്ന് എടുത്തു, ഒറ്റയടിക്ക് നിന്നുപോയി. കണ്ട അങ്ങനെ നിൽക്കില്ല ഒരു കാരണവശാലും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, തിരിച്ച് സ്വല്പം കൂടെ ഇങ്ങോട്ട് വരിക, സ്വല്പം കൂടെ ഇങ്ങോട്ട് വരിക. അതാ ഓക്കെ, എന്നിട്ട് സ്വല്പം കൂടെ അങ്ങോട്ട് നീക്കുക. അവിടെ എത്തുമ്പോൾ മൂവ്മെൻറ്റ് കുറഞ്ഞു വരും. അപ്പം കീ ഫ്രെയിം നീക്കി ഇട്ട് കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ കീ ഫ്രെയിം കൂടി 1 2 അത് പാടില്ല. ഇവിടെ സ്വല്പം കൂടെ അങ്ങോട്ട് നീക്കുക. ഓക്കെ, ഓരോ പതുക്കെ മൂവ് ചെയ്ത് കുറഞ്ഞാൽ മതി കേട്ടോ. സ്വല്പം അങ്ങോട്ട് നീക്കി, പിന്നെ ഇങ്ങോട്ട് നീക്കി, നമുക്ക് 80 എന്നുള്ള 100 ആക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്വല്പം കൂടെ നീക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്യാം. വേണമെങ്കിൽ 2 എണ്ണം കൂടെ കൊടുക്കാം. ഓക്കെ, അത് പതുക്കെ വന്ന് നീക്കണം. ഓക്കെ, എന്നാലേ ഒരു കറക്റ്റ് ഫീൽ വരുള്ളൂ. ഇവിടെ എത്തി ഈ ഒരു മൂവ്മെൻറ്റിന് നമുക്ക് റീട്യൂൺ ചെയ്യാം. ഗ്രാഫ് എടുക്കുക. ഓക്കെ, ഗ്രാഫിൽ മൂവ്മെൻറ്റ് കുറയ്ക്കുക. മൂവ്മെൻറ്റ് കുറയ്ക്കുക, ഒറ്റയടിക്ക് വേണ്ട, സ്വല്പമായിട്ട് മൂവ്മെൻറ്റ് കുറച്ച് വരിക. ഇവിടെ നിന്നും അതെനിക്ക് കുറച്ചു. ഓക്കെ, ഇനി നോക്കിയേ, ഇനി ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. അങ്ങനെ കുറയണം, അല്ല ഒറ്റയടിക്ക് കുറയരുത്. കണ്ടോ? സ്വല്പം കൂടെ ഡിലേ കൊടുക്കാൻ തോന്നുന്നു. സ്വല്പം കൂടെ ഡിലേ കൊടുക്കാം. ഇപ്പം കൂടെ നീക്കാം. ഇവിടെ നിന്ന് ഇത്രയും സ്വല്പം കൂടെ ഡിലേ കൊടുക്കാം. കണ്ടോ? അവസാനം പതുക്കെ കുറയുള്ളതാ. കണ്ടോ? ടൈം എടുത്ത് കുറയണം. കണ്ടോ? ഓക്കെ, ഇനിതാ ഈ കൺട്രോളർ അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ തിരിച്ചു. ഇതാ ഓക്കെ, അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇത് തിരിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വേണമെങ്കിൽ സ്വല്പം കൂട്ടിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇതാ ഇവിടെ നിന്ന് തിരിച്ച് നല്ലോണം ഇതാ അവിടെ നിന്ന് ഇനിയും സ്വല്പം കൂടെ, നമുക്ക് ഇത്രയും സമയം കിടക്കുകയല്ലേ. അപ്പോൾ ഇനി എന്തുവേണമെങ്കിലും അതിന് മൂവ് ചെയ്യാം, പ്രശ്നമില്ല. ഇനി അങ്ങോട്ട് തിരിയാം, ഇതാ ഇങ്ങോട്ട് തിരിയാം. ടൈം കിടക്കുകയാണ് നമുക്ക്. ഇതാ സ്വല്പം അവിടെ നിന്ന് കുറഞ്ഞു, സ്വല്പം കൂടെ കുറഞ്ഞു, അവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്തു. ഓക്കെ, ഇനി നോക്കിയേ, മൂവ്മെൻറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ഗ്രാഫിൽ കുറയ്ക്കാമല്ലോ, ഈസി ആയിട്ട് കുറയ്ക്കാം നമുക്ക് ഗ്രാഫിൽ. ഇതാ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. വേണമെങ്കിൽ മൂവ്മെൻറ്റ് സ്വല്പം കൂടെ കുറയ്ക്കാം. അവസാനത്തെ ഘട്ടത്തിൽ നമുക്ക് നല്ലവണ്ണം കുറയ്ക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിലും കുറയ്ക്കാം. ആ ഏരിയയൊക്കെ കൂടി തന്നെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ഇത്ര ഏരിയ കുറച്ച്. വീണ്ടും ഞാൻ ഗ്രാഫ് എടുത്തു, ഒന്ന് പ്ലേ ചെയ്യാം. ഇത് കൺട്രോളറൊക്കെ ഇതൊക്കെ മാറ്റിയിട്ട് ഇനി പ്ലേ ചെയ്ത് നോക്കി. ആ ഒരു സംഭവം കറക്റ്റായിട്ട് വരണം, എന്നാലേ അത് കറക്റ്റ് ഫീൽ ചെയ്യുള്ളൂ. ആ ഒടിഞ്ഞ് തന്നെ വരണം. കണ്ടോ? ആ ഒരു ആക്സിസ് പറഞ്ഞ് കറങ്ങുന്നുണ്ടല്ലോ കറക്റ്റായിട്ട്. രണ്ട് സെപ്പറേറ്റ് പീസ് ആവുന്ന പോലെ തന്നെ അത് കറങ്ങണം. കണ്ടല്ലോ? അപ്പോൾ നമുക്കതിന് സപ്പോർട്ടീവായിട്ട് ടോപ്പിലത്തെ ആക്സിസ് നേരത്തെ പറഞ്ഞ പോലെ ഇനി വർക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാ അതിപ്പം എന്താണ്, ഒരു സ്റ്റിഫായിട്ട് നിൽക്കുകയാണേ. കണ്ടോ? അത് സ്റ്റിഫായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇതിനെ സ്വല്പം അങ്ങോട്ട് തിരിക്കുക. ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സപ്പോർട്ട് സ്വല്പം അങ്ങോട്ട് തിരിക്കുക. ഇതാ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇങ്ങോട്ട് തിരിക്കുക. വീണ്ടും അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുക, ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. ഇതാ കണ്ടോ? അപ്പോൾ അവസാന മൂവ്മെൻറ്റ് വരയ്ക്കും എല്ലാം വർക്ക് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ വന്ന് ഫിനിഷ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ, എല്ലാ കൺട്രോൾസും വർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ ഒടിഞ്ഞ് തന്നെ വരണേ, എന്നാലേ കറക്റ്റ് ഫോളോ ത്രൂ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും വേണം നമുക്ക്. അവിടെ നിന്ന് ആ ഒരു ഒടിച്ചെടുക്കും കറക്റ്റ്, അത് കൈക്കും കറക്റ്റായിട്ട് വന്നാലേ കറക്റ്റ് ഒരു ഫീൽ നമുക്ക് വരുള്ളൂ. ഇനിയും ഡിലേ കൊടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും കാണാൻ. എത്ര ഡിലേ കൊടുക്കും അത്രയും ഡിലേ നമുക്ക് എന്ത് ചെയ്യും, കാണുമ്പോൾ ഒരു രസമായിരിക്കും അത് കാണുന്ന സമയത്ത്. പ്രത്യേകിച്ചും അവസാനത്തെ കൺട്രോളറെ ഇത്
ആ പെട്ടെന്ന് നിൽക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വെയിറ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ചുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ആ മൂവ്മെൻറ്റ് എത്രത്തോളം സ്പീഡ് വരണം അത്രയും ഡിലേ. ആ ഒരു വെയിറ്റിനെക്കാട്ടി നമ്മൾ ആ മൂവ്മെൻറ്റിനാണ് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ സ്വല്പം കൂടെ തിരിക്കാം. അതേപോലെ ഇതിൻ്റെ ഇൻബിറ്റ്വീനൊക്കെ ഇടാം. നമ്മൾ ഇൻബിറ്റ്വീനൊന്നും ഇട്ടിട്ടില്ല. വേണം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് പുള്ളി തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, ആ ഒരു ഫീലും കൂടെ കിട്ടും. കണ്ടോ, അത് അവിടെ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഫീലും കൂടെ കിട്ടും. അത് ആദ്യം മുതൽക്കേ നമുക്ക് ഇടാം. ഇതാ ഇവിടെ നിന്ന് പുള്ളി എവിടെ നിന്നാണ് വരുന്നത്, ഇതാ ഇവിടെ നിന്ന് വീഴുമ്പോഴേ നമുക്ക് ആ ഫീല് കൊടുത്താൽ കുറച്ചും കൂടെ വെയിറ്റ് കിട്ടും. അവിടെ നിന്ന് എടുത്തു, ഇങ്ങനെ വന്നു, ഇങ്ങനെ മൂവ് ചെയ്താലും കുഴപ്പമില്ല. അവിടെ നിന്ന് സ്വല്പം ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ വെയിറ്റ് ആണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നേരത്തേനും കാട്ടി കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റിയും കുറച്ചും കൂടെ വെയിറ്റും ആയി. കാണുന്നുണ്ടോ? കുറച്ചും കൂടെ ഒരു വെയിറ്റ് വന്നു, വെയിറ്റിലെ സംഭവം വന്നു ഹിറ്റ് ചെയ്യുന്നൊരു ഫീല് കിട്ടും അവിടെ. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ഇത് വേണമെങ്കിൽ ഇനി ഇതിനനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം. ഏതാണ്, നമ്മൾ ആദ്യം ഒരു റഫ് ഇട്ടുന്നേ ഉള്ളൂ. ഈ ഒരു ഏരിയക്കകത്ത് നമ്മൾ ആ ഒരു റഫ് ഇട്ടുന്നേ ഉള്ളൂ. ഉണ്ടോ, ഇവിടെ വന്നിട്ട് അങ്ങ് ഫിനിഷ് ചെയ്യണം. അത് ഇനി മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആക്സസിലാണ് അത് വരേണ്ടത്, ഇവിടെ തന്നെ ഒന്ന് വീഴേണ്ട ആവശ്യമില്ലെങ്കിൽ നമുക്കതിനെ നീക്കിയിട്ട് കൊടുക്കാം. അതിനനുസൃതമായിട്ട് അത് വർക്ക് ചെയ്യും. ഞാനിപ്പോൾ ആ ടൈമിങ്ങിന് വെച്ചാണ് അനിമേറ്റ് ചെയ്തത്, അതുകൊണ്ട് ആ ടൈമിൽ തന്നെ കിടന്നോട്ടെ. ഇതാണ് എൻ്റെ ടൈമിങ്. ഓക്കെ, ഇനി വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കർവോ ആർക്കോ എന്ത് വേണമെങ്കിലും ഇടാം. അത് നമ്മുടെ ഇതനുസരിച്ചതാ. കണ്ടോ, അപ്പോൾ കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഫീൽ ചെയ്യും. അത് ഇവിടെ ഒരു റിവേഴ്സ് ആൻറ്റിസിപ്പേഷൻ ഇടുകയാണ്. സ്വല്പം ഒന്ന് പൊക്കി കൊടുക്കുക. ഇങ്ങനെ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ദെൻ ഡൗൺ അപ്പ്. ആൻറ്റിസിപ്പേഷൻ കൊടുക്കുന്നതനുസരിച്ചായിട്ട് അത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. സ്വല്പം താഴ്ത്തി കൊടുക്കുക. വേണമെങ്കിൽ ഞാനിപ്പോൾ കൊടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ചോയ്സാണ്, വേണോ വേണ്ടെന്നുള്ള കാര്യം. കുറച്ച് ഗ്രാഫ് എടുക്കുക, പ്ലേ ചെയ്യാം. ഓക്കെ, അത് വേറൊരു ടൈപ്പ് ഓഫ് അനിമേഷൻ ആയി സംഭവം. അങ്ങനെ കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അത് കുറയ്ക്കണമെങ്കിൽ അത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. ഗ്രാഫ് എടുത്ത് കുറയ്ക്കാം. അവിടെ നിന്ന് അത്രയും ടോപ്പിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ബോട്ടത്തിൽ എത്ര വരണ്ടെന്നുണ്ടെങ്കിൽ വരണ്ട, അത്രയും കുറയ്ക്കാം. ചോദിക്കാത്ത ഞാൻ തന്നെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പം നോക്കി, വേറെ ടൈപ്പ് അനിമേഷൻ ഏതാ. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ കറക്റ്റ് ഡിലേ തന്നെ വരണം. ഒന്ന് കഴിഞ്ഞ് ഒന്ന് അതിനൊരു സംശയം വേണ്ട. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റിഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിഫ്നെസ് ഈസി ആയിട്ട് മാറ്റാം. സ്റ്റിഫ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റിഫ് നമുക്ക് ഈസി ആയിട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് നമ്മൾ ഡിലേ ചെയ്തും വിട്ടാൽ മതി. എവിടെയെങ്കിലും നമുക്ക് സ്റ്റിഫ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീക്കിയിട്ട് കൊടുക്കുക. നീക്കിയിട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഫ്ലോ മാറും. മൊത്തത്തിൽ സെലക്ട് ചെയ്തങ്ങ് മാറ്റി കൊടുത്താൽ മതി. ഇതങ്ങ് മാറിക്കോളും. ആ ഒരു സ്റ്റിഫ്നെസ് ഫീൽ അങ്ങ് മാറിക്കോളും. കണ്ടോ, ഓരോ കീ ഫ്രെയിം മാറും തോറും നമ്മൾ ആ സ്റ്റിഫ്നെസ് മാറിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഞാൻ കുറച്ച് 2 കീ ഫ്രെയിം മാറ്റിയിട്ടതേ ഉള്ളൂ. നിൽക്കുമ്പോൾ എല്ലാം പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫീലിൽ തന്നെ നിൽക്കണം. ഓക്കെ, ഒന്നും കൂടെ ഞാനൊന്ന് മാറ്റാം. ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അതേപോലെ ഇത് ഒന്ന് നമ്മൾ കുഷ്യന് സെറ്റിലും കറക്റ്റായിട്ട് ചെയ്തോണം. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്ത്. ഓക്കെ, വേണമെങ്കിൽ 2-3 കീ ഫ്രെയിംസും കൂടെ അത് ഹോൾഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ആ ഒരു കുഷ്യന് സെറ്റിൽ അത് ഈ ഏരിയയിൽ ഡൗൺ അപ്പ് ദെൻ ഞാൻ പറഞ്ഞ ഈ ഒരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ അതിൻ്റെയും കൂടെ സപ്പോർട്ടോട് കൂടി ആടുന്നു നമുക്ക് തോന്നണമെങ്കിലേ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് അതൊരു നമ്മൾ ലൈവ് ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യാറില്ല. ഞാൻ പിന്നെ ചെയ്ത് കാണിച്ചത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ആക്കാമെന്ന് കാണിക്കുന്നേ ഉള്ളേ. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടോ, അപ്പോൾ അത് ഫുള്ള് ലൈവായി. നേരത്തെ ആ ഒരു ഇത് മാറിയിട്ട് ഫുള്ളായിട്ടും നമ്മൾ ആൻറ്റിസിപ്പേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്താൽ നമ്മൾ ലൈവാക്കി.
ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒടിഞ്ഞ് തന്നെ വരണം. അതിന് ഒരു സംശയവും വേണ്ട. ഒടിഞ്ഞ് വന്നാലേ ആ ഒരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. അത് എത്രത്തോളം ഒടിയണമെന്നുള്ള കാര്യം അത് നമുക്ക് തീരുമാനിക്കാം. അതേപോലെ ഇതിന്റെ സ്റ്റിഫ്നെസ് എത്രത്തോളം കുറയ്ക്കണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. എന്താ ഈ ഏരിയ എത്രത്തോളം സ്റ്റിഫ്നെസ് കുറയ്ക്കണം, ഇവിടെ ഇങ്ങനെ വന്നിട്ട് എത്രത്തോളം കുറയ്ക്കണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. അതാ ഇത് നീക്കുന്നിടത്തോളം നമ്മൾ ആ ഒരു ഏരിയയിലുള്ള പ്രോബ്ലം സോൾവ് ആയിക്കൊണ്ടേയിരിക്കും. നീ എത്രത്തോളം ഇതിനെ നീക്കുന്നു അത്രയും സ്റ്റിഫ്നെസ് മാറും, സ്മൂത്ത് ആയിക്കൊണ്ടേയിരിക്കും. നീക്കുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ കീ ഫ്രെയിംസ് നമ്മൾ എടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ വേറൊരു സംഭവമായി ഉണ്ടോ, കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി വന്നു. പക്ഷെ അത് എല്ലാത്തിനും നമ്മൾ മാറ്റേണ്ടി വരും. ഒരെണ്ണം മാത്രം മാറ്റിയാൽ പോരാ, എല്ലാത്തിനും അത് മൂവ് ചെയ്ത് മാറ്റി കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു ഏരിയയിൽ നല്ലതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അന്വേഷണം ചെയ്യുന്ന സമയത്തെ ഒരു പ്ലേ ബ്ലാസ്റ്റ് അടിക്കാം. നമുക്ക് പ്ലേ ബ്ലാസ്റ്റും കൂടെ കണ്ടുപോകാം. ഓക്കെ.